ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ മീൻസ് ഗപ്പി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ വളർത്താനും, അതേപോലെ തന്നെ എൻ്റെയുള്ള കുറച്ച് ഗപ്പീനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതും കൂടി ഇന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഗോൾഡ് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഞാൻ ഇന്ന് പോയിട്ട് ഞാൻ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലാകെ 2 പേരുണ്ടായിരുന്നുള്ളൂ. ഞാൻ 2 പേരും കൂടി വാങ്ങിയത് 4 പേരാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ടെറ്റനോക്കോയും 2 പേരുണ്ടായിരുന്നുള്ളൂ. ഇതിന് ഞാൻ 2 പേരും കൂടി വാങ്ങി 4 പേരാക്കിയിട്ടുണ്ട്. ഫൈറ്റർ, ഇതേപോലെ വേറൊരു ഗപ്പിയും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വന്നപ്പോഴാണ് എൻ്റെ മിക്സഡ് ഗപ്പി പ്രസവിച്ചത് ഞാൻ അറിഞ്ഞത്. അപ്പം എന്താണ് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള ഗപ്പീൻ്റെ ഫാമും ഗപ്പിയും എല്ലാം നമ്മൾ ടെറസിൻ്റെ മേലോട്ടാക്കാൻ പോവാണ്. ഫ്രിഡ്ജ് ബോക്സും ബേസിനും എല്ലാ പെട്ടിയും എല്ലാം അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നാളെ പോയിട്ട് ഗൗരാമീൻ എടുക്കാണ്ട്. ഗൗരാമീൻ ഞാൻ പോയിട്ട് അതിലിടും. ഞങ്ങൾക്ക് മറ്റേ ഗപ്പിനൊക്കെ കാണിച്ചു തരാം. ഫുൾ ബ്ലാക്ക് എല്ലാവർക്കും അറിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ വെറൈറ്റി ഗപ്പി. അതേപോലെ തന്നെ നമ്മളെ മിക്സഡ് ഗപ്പി ഇതിലുണ്ട്. മിക്സഡ് ഗപ്പിൻ്റെ കുട്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. 7 കുട്ടികളാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. 7 കുട്ടികളെ കിട്ടിയിട്ടുള്ളൂ. ഇത് പിന്നെ ഫുൾ ബ്ലാക്കിൻ്റെ കുട്ടികളാണ്. ഓക്കെ, നമ്മൾ ഈ കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഇവിടെ നിങ്ങൾക്ക് ആൽഗെ പിടിച്ച എന്തെങ്കിലും പാത്രമോ ബക്കറ്റോ ഉണ്ടെങ്കിൽ മാക്സിമം അതിലോട്ട് ഇടാൻ നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് വാട്ടറിലോട്ട് ഇട്ടത്. പക്ഷേ നമുക്ക് ഫുഡ്, അതായത് ഈ കുട്ടികൾ പ്രസവിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒന്നിട്ടാലും കൊടുക്കില്ല. അതായത് ഒരു ദിവസം 12 മണിക്ക്, ഇന്ന് 12 മണിക്ക് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം 12 മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേ ഇത് ഫുഡ് എടുത്ത് തുടങ്ങുള്ളൂ. അതായത് ഒരു ദിവസം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഇത് ഫുഡ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫോക്സ് ടെയിൽ ഉണ്ടെങ്കിൽ മാക്സിമം അത് പ്രസവിച്ച, അതായത് അച്ഛന് അവൾക്ക് ഇട്ട് കൊടുക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. പിന്നെ കുറച്ച് ഫോക്സ് ടെയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോക്സിലിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണമായിട്ട് കിട്ടുമ്പോൾ ഇവർക്ക് ഹൈഡ് ചെയ്യാനും കഴിയും. പിന്നെന്താ മീൻസ് നമ്മളെ ഈ വാഴേൻ്റെ ഇലയില്ലേ, ഉണങ്ങിയ വാഴേൻ്റെ ഇല, അതൊക്കെ മാക്സിമം ഇവർക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുക. ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ടുള്ള പ്രസവിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മീതി. ബൈ ഗായ്സ്.